വാർത്തകളിലേക്ക് വിശദമായി. ഇറാന് നേരെ യുഎസ് ഇസ്രയേൽ സംയുക്താക്രമണം മൂന്നാം ദിവസത്തിലേക്ക്. അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും തയ്യാറല്ലെന്ന് ഇറാന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ആശങ്ക തുടരുകയാണ്. അജയ് സുധ ബിജു ന്യൂസ് ഡെസ്കിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, 4 ആഴ്ച കൂടി ഈ യുദ്ധം നീളാനുള്ള സാധ്യതയാണ് ട്രംപിന്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാന്റെ പ്രത്യാക്രമണം തുടരുന്നു എന്ന വിവരങ്ങൾ വരുന്നു. എത്രമാത്രം കലുഷിതമാണ് പശ്ചിമേഷ്യ? തീർച്ചയായിട്ടും ആശങ്കപ്പെടേണ്ട സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ ഈ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇന്ന് രാവിലെ ഉള്ള ഏറ്റവും വലിയ ആശങ്കയോടെ നമ്മൾ നോക്കിക്കണ്ട കാര്യം ട്രംപിന്റെ പ്രസ്താവന തന്നെയായിരുന്നു. അതായത് ട്രംപ് പറഞ്ഞത് ഇറാൻ പോലെ ഒരു വലിയ രാജ്യത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് കുറച്ച് ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ യുദ്ധം ഏതാണ്ട് 4 ആഴ്ച വരെ നീളാൻ സാധ്യതയുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴിയും അദ്ദേഹത്തിന്റെ പ്രസ്താവന ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 3 അമേരിക്കൻ സൈനികർക്കാണ് ആൾനാശം ഉണ്ടായതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇവരുടെ ജീവന് പകരം ചോദിക്കും എന്നും ട്രംപ് തന്റെ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ട്രംപ് ഇത്തരം തിരിച്ചടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില വാർത്തകൾ ആശ്വാസജനകമായിരുന്നു. അതായത് ഒമാന്റെ നേതൃത്വത്തിൽ ഒരു തുടർ ചർച്ചകൾക്ക് ഇറാൻ ആലോചിക്കുന്നു. അവിടെ ഇന്നലെ വന്ന അലി ലാരിജാനിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം പുതുതായി ഇത്തരം ചില ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ ആലോചനയിലുണ്ട് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അലി ലാരിജാനി പിന്നീട് എക്സ് വഴി പങ്കുവച്ച ഒരു പോസ്റ്റിലൂടെ ഇത്തരം വാദങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ്. അതായത് ഈ ഒരു വാർത്ത തെറ്റാണ്, അമേരിക്കയുമായി യാതൊരുവിധ നയതന്ത്ര ചർച്ചകൾക്കും ഞങ്ങൾ തയ്യാറല്ല, ഒരു തരത്തിലുള്ള നെഗോസിയേഷനും നടക്കില്ല എന്നാണ് അലി ലാരിജാനി പിന്നീട് വ്യക്തമാക്കിയത്. ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടുത്തെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യമുണ്ട്. അവിടെ പുതുതായിട്ട് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വന്ന പുതിയൊരു ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്നത് ഇദ്ദേഹമാണെന്ന് ഉൾപ്പെടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഇത്തരം ഒരു പ്രസ്താവന ഇറാൻ നടത്തിയതോടുകൂടി മേഖലയിലുള്ള സമാധാന ശ്രമങ്ങൾ അത് കൂടുതൽ ഒരു സങ്കീർണമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും ലെബനൻ മേഖലയിലേക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപേ ഇറാഖിലേക്ക് ഇപ്പോൾ പുതുതായി ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയതായിട്ട് ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിക്കാവുന്നതാണ്. ഇപ്പോൾ ഇറാഖിലുള്ള അവിടെയുള്ള ഈ കെയ്താബ് ഹെസ്ബുള്ള ഗ്രൂപ്പിന് നേരെയാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായത്. അവിടുത്തെ തലസ്ഥാനമായിട്ടുള്ള ബാഗ്ദാദിൻ്റെ തെക്കൻ പ്രവിശ്യയിലാണ് ഇത്തരമൊരു ആക്രമണം നടന്നതായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്. ഈ കെയ്താബ് ഹെസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആദ്യം ഈ ഇറാന് പിന്തുണയുമായി ചില അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നേരിയ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതിൽ അങ്ങനെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. ചെറിയ ആക്രമണങ്ങൾ നടത്തി, എന്നാൽ അത് കൃത്യമായി പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കെയ്താബ് ഹെസ്ബുള്ള ഗ്രൂപ്പ് അത് തീർച്ചയായിട്ടും ഈ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ സായുധ സേനാ സംഘം അത് തീർച്ചയായിട്ടും ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും അത് ഒരു വലിയ ഭീഷണി തന്നെയാണ്. അപ്പോൾ ഈ മേഖലയിൽ, അതായത് അജയ്, ഈ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണം നടത്തുമ്പോൾ ഇറാന്റെ പോക്സി നെറ്റ്വർക്ക് ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും നീങ്ങുന്നു എന്നതാണോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ മേഖലയിൽ അവർക്ക് ഏതൊക്കെ തരത്തിൽ ഭീഷണികൾ ഉണ്ടാകാമോ ആ എല്ലാ ഭീഷണികളെയും എങ്ങനെയൊക്കെ അടിച്ചമർത്തണം ആ രീതിയിലെല്ലാം അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ലെബനനിലുള്ള ഹെസ്ബുള്ള ഗ്രൂപ്പിന് ഇതിനോടകം തന്നെ വലിയൊരു തിരിച്ചടിയാണ് ഇസ്രായേൽ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇറാഖിലും ഉള്ള ഈ സായുധ സേനാ സംഘങ്ങൾക്ക് നേരെ ആക്രമണം ഇപ്പോൾ നിലവിൽ കടുപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാഗ്ദാദിൽ ഉൾപ്പെടെ ഈ ആക്രമണം സംഘർഷം വ്യാപിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു തോത് എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ജോർദാന്റെ തീരങ്ങളിൽ ഇപ്പോൾ സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുന്നു എന്ന് പറയുന്ന വാർത്ത ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പുതുതായിട്ട് അവിടെയും ഒരു ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മേഖലയിൽ തന്നെയുള്ള പല പ്രദേശങ്ങളിലേക്കും ഒരു കൈയടക്കി ഒരു
വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ തിരിച്ചടി ഇപ്പോൾ ഇന്നലെ മുതൽ തന്നെ നൽകി വരുന്നുണ്ട്. പക്ഷേ ഇറാൻ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമായി വലിയൊരു ഒഴിവ് അവിടെയുണ്ട്. ഈ ആയത്തുള്ള അലി ഖമനയുടെ മരണത്തെ തുടർന്ന് അവിടെ ഇപ്പോൾ പുതിയൊരു താൽക്കാലിക ഭരണകൂടം വന്നതേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു പുതിയ നേതാവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനി ഈ 3 അംഗ സമിതിക്ക് പുറമെ 88 അംഗങ്ങളുള്ള ഒരു ആത്മീയ സമിതി കൂടി ചേർന്ന് വേണം പുതിയൊരു ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമെടുക്കാൻ വേണ്ടി. പക്ഷേ അത്തരമൊരു ആളുടെ ഗ്യാപ്പ് അവിടുത്തെ നിരവധി ജനങ്ങളെ ഒരു ചോദ്യചിഹ്നത്തിലാക്കിയിട്ടുണ്ട്. അവിടുത്തെ ആർമിയെയും എങ്ങനെയൊക്കെ അവർ ഇപ്പോൾ പോരാട്ടം നടത്തുന്നത് അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു ലക്ഷ്യമില്ലാത്ത ആക്രമണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനവാസ മേഖലകളെയും പലതരത്തിൽ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല അറേബ്യൻ രാജ്യങ്ങളിലെയും ഈ ജനവാസ മേഖലയിൽ ഇതിനോടകം തന്നെ ഈ ആക്രമണം നടന്നു കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പലയിടത്തും ഇപ്പോൾ ഒമാനിൽ ഇന്നലെ ആക്രമണം നടന്നതാണ്. ഒമാനിലെ ഒരു തീരത്ത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഒമാനിൽ ആക്രമണം നടന്നിട്ടില്ല. അത് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കുവൈറ്റിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നത്. അവിടെ നിരന്തരം സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം ഈ പ്രദേശത്തുള്ള സൈപ്രസ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ നടന്നിട്ടുള്ള ആക്രമണമാണ്. ഇവിടെ ഉള്ളത് UK-യുടെ ഒരു സൈനിക കേന്ദ്രമാണ് ഇവിടെ ഉള്ളത്. UK-യുടെ ഒരു RAF അക്രോത്തിരി എന്ന് പറയുന്ന ഒരു സൈനിക കേന്ദ്രമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഇറാന്റെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. അതായത് US-ന്റെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമല്ല UK-യുടെ ഒരു സൈനിക കേന്ദ്രവും നിലവിൽ ഈ സൈപ്രസ് ദ്വീപിലുള്ള സൈനിക കേന്ദ്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ഭരണാധികാരികൾ വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവർ തന്നെ എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് അവിടെയുള്ള സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണമല്ല, UK-യുടെ ഒരു സൈനിക ബേസിന് നേരെയുണ്ടായ ആക്രമണമാണെന്ന് പറയുന്നു. ഈ സൈനിക ബേസിന് നേരിയ ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വലിയ ഒരു ആൾനാശമോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളോ ഒന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് ഒരു ആശ്വസിക്കാവുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ പലപ്പോഴും ഈ രാത്രി സമയത്താണ്, ഇന്നലെ രാത്രി മുഴുവൻ ഈ എയർ സ്ട്രൈക്കുകൾ വ്യാപകമായിട്ട് തന്നെ നടന്നിരുന്നു. ഈ എയർ സ്ട്രൈക്കുകളെ ആകാശത്ത് വെച്ച് തന്നെ ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു നിലപാടാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സ്വീകരിച്ചിരുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ആശങ്ക ശക്തമായി തന്നെ തീർച്ചയായും ആശങ്ക ശക്തമാകുന്ന മണിക്കൂറുകൾ തന്നെയാണ്. യുദ്ധം നീണ്ടുപോകും എന്ന സൂചനകളാണ് ട്രംപിന്റെ വാക്കുകൾ നൽകുന്നത്. ഏതാണ്ട് 4 ആഴ്ചയോളം എടുക്കുമെന്ന് പറയുമ്പോൾ 1 മാസത്തോളം നീളുന്ന ഒരു യുദ്ധം എന്തായാലും ഉറപ്പാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇറാൻ യാതൊരു തരത്തിലും ഈ ചർച്ചകളിലേക്കില്ല എന്ന സൂചനകൾ കൂടി നൽകുന്നു. ആ തരത്തിൽ വന്ന വാർത്തകളെല്ലാം ഇറാൻ തള്ളിക്കളയുകയാണ്. സാധ്യമായ എല്ലാ തരത്തിലുമുള്ള പ്രത്യാക്രമണത്തിന് ഇറാൻ കൂടി തയ്യാറെടുക്കുന്നതോടുകൂടി യുദ്ധം നീളും എന്ന സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഗൾഫ് മേഖലകൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം, അവിടുത്തെ US കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത്. അതേസമയം ഇറാൻ പ്രോക്സി നെറ്റ്വർക്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നീക്കം ഇസ്രായേലും അമേരിക്കയും ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ മുഹമ്മദ് റാദിനെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചു എന്ന റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 31 പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 149 പേർക്ക് പരിക്കേറ്റു എന്നും ലബനീസ് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് മറ്റ് കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയെയും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ കൂടുതൽ ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. തങ്ങൾക്ക് ഭീഷണിയായിരിക്കുന്നതെല്ലാം ഒഴിവാക്കുക എന്ന ലക്ഷ്യം ഈ നീക്കത്തിന് പിന്നിലുണ്ടോ എന്ന സംശയം കൂടിയാണ് ഇത് ജനിപ്പിക്കുന്നത്. അജയ്, ഈ യുദ്ധം എത്രമാത്രം നീണ്ടുപോകും എന്നതാണ് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇറാനെ ലക്ഷ്യമിട്ട് തുടങ്ങിയ ആക്രമണം അത് ആ മേഖലയാകെ വ്യാപിപ്പിക്കുന്നത് കൂടി കണ്ടു. ഇറാൻ സഹായത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടത്തിവന്ന ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഏറ്റവും വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഇത് മേഖലയാകെ വ്യാപിപ്പിക്കുക, ഇസ്രായേലിന് ഭീഷണിയായി നിൽക്കുന്ന എല്ലാവരെയും ഈ ആക്രമണത്തിന് കീഴിലേക്ക് കൊണ്ടുവരിക, അവരോടെല്ലാം പ്രതികാരം ചെയ്യുക എന്ന തലത്തിലേക്ക് കൂടി നീങ്ങുകയാണോ കാര്യങ്ങൾ?
കഴിഞ്ഞ ദിവസമാണ് പ്രധാനമായിട്ടും ഈ മേഖലയിൽ ഉണ്ടായത്. അതായത് അവർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമനയുടെ മരണവും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ നിരന്തരമായിട്ടുള്ള ഒരു അഗ്രഷൻ, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി തങ്ങളുടെ പക്കൽ നിന്നുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇസ്രായേലിനെതിരെ അവർ ആക്രമണം നടത്തിയത്. ഇതിൽ ഇസ്രായേലിലുള്ള ചില വ്യോമ കേന്ദ്രങ്ങൾക്കുൾപ്പെടെ ചെറിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായിട്ട് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ടെല്ലവീവിന് സമീപം ഉൾപ്പെടെ ഉള്ള പല സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഈ ഹെസ്ബുള്ളയുടെ ആക്രമണം. പക്ഷേ ഇസ്രായേൽ പറയുന്നത് തങ്ങളുടെ രാജ്യത്ത് മറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു ആക്രമണം ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുണ്ടായി. ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന മിസൈലുകളെല്ലാം അപ്പോൾ തന്നെ ന്യൂട്രലൈസ് ചെയ്തു എന്നാണ് ഇസ്രായേൽ ആർമി വ്യക്തമാക്കിയത്. എന്നാൽ ഈ ഹെസ്ബുള്ള മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയായി, വലിയൊരു ഭീഷണിയായി നിലനിൽക്കുന്നതിനാൽ തന്നെ അവർക്ക് നേരെ തങ്ങൾ ആക്രമണം രൂക്ഷമാക്കും എന്നാണ് ഇസ്രായേൽ നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് അവർ ഇപ്പോൾ ഇസ്രായേൽ ആർമിയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പുതിയ പ്രസ്താവന അനുസരിച്ച് ഇനി ഞങ്ങൾ ഡിഫെൻസീവ് മെത്തേഡ് ആയിരിക്കില്ല തിരഞ്ഞെടുക്കുന്നത്, ഇനി മുതൽ ഒഫെൻസീവ് മെത്തേഡ് ആയിരിക്കും ഹിസ്ബുള്ളയ്ക്ക് നേരെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ലെബനനിൽ പല ഭാഗത്തും ഇസ്രായേലിന്റെ കടുത്ത ആക്രമണം തന്നെ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ ലെബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്ററ്റിൽ ആണ് ആക്രമണങ്ങൾ നടന്നത്. അതുപോലെ തന്നെ ഈ ലെബനന്റെ തെക്കൻ മേഖല വളരെയധികം നിർണായകമാണ്. ഈ തെക്കൻ മേഖലകളിലാണ് അവിടുത്തെ ഗ്രാമപ്രദേശങ്ങൾ ഒരുപാടുള്ളത്. ഈ ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ഹെസ്ബുള്ള ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവരുടെ ആയുധപ്പുരകൾ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട നിർണായകമായ ഓഫീസുകൾ എല്ലാം ഈ തെക്കൻ മേഖലയിലുള്ള ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ഉൾപ്പെടെ ആക്രമണം നടത്തും. ഗ്രാമങ്ങളിൽ നിന്ന്, തെക്കൻ മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്ന് എത്രയും വേഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷമാണ് കടുത്ത ആക്രമണം ഈ മേഖലയിലേക്ക് അഴിച്ചുവിട്ടത്. ആക്രമണം നടന്നതിന് പിന്നാലെ ഈ ബെയ്ററ്റിൽ, തലസ്ഥാനമായിട്ടുള്ള ബെയ്ററ്റിൽ കടുത്ത ഗതാഗത കുരുക്കും അനുഭവം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.